ഇന്ന് ഒരു പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് ഒരു പേഴ്സണൽ റിക്വസ്റ്റ് വന്നൊരു ഐറ്റം കൂടിയാണിത്. എന്നാൽ പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതിപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിഷാണ്, എന്നാലും ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഈ സീ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, എസ്പെഷ്യലി പ്രോൺസ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാണ്ടിരിക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ചൂയി ആയി പോവും. അതായത് നമുക്ക് ഒരു ജ്യൂസി കൺസിസ്റ്റൻസി അവിടെ കിട്ടത്തില്ല. ഇപ്പോൾ ബിരിയാണീൻ്റെ എൻ്റെ ആ സോൾ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാവോ എന്ന് ചോദിച്ചത് എൻ്റെ ഒരു ബ്രദറിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ജെൻസിലെ പിള്ളേർക്കൊക്കെ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ കുക്കിങ്ങിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ കുറേ കുക്കിംഗ് റിലേറ്റഡ് പേജസ് ഉണ്ട്. നല്ല പ്രസൻറ്റേഷൻ കൊണ്ടും വീഡിയോ ക്ലാരിറ്റി കൊണ്ടും കുക്കിംഗ് സ്കില്ല് കൊണ്ടും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മളിങ്ങനെ കണ്ടിരുന്നു പോവുക പേജസൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് കുക്കിംഗ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പാരഡൈസ് തന്നെയാണ്, അല്ലേ? റോങ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. അടുക്കള ഒരു സ്വർഗ്ഗമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്രോസസ്സ്. നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, യെസ്, ദാറ്റ്സ് വെയർ യു ഫൈൻഡ് യുവർ കംഫർട്ട് ആൻഡ് പാഷൻ. അവിടെയാണ് നിങ്ങളുടെ പാഷൻ ഇരിക്കുന്നത്, അത് തുടങ്ങുന്നത്.